ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകൾ രാവിലെ 8:15 ട്രേഡ് ചെയ്യുന്നത് അറൗണ്ട് 5% താഴെയാണ്. മറ്റെല്ലാ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ വലിയ രീതിയിലുള്ള സെൽ ഓഫ് ആണ് കണ്ടത്. അമേരിക്കയിൽ ജൂലൈ 27 അവസാനത്തെ ആഴ്ചയിലത്തെ ജോബ്ലെസ് ക്ലെയിം ഡാറ്റ വന്നിരുന്നു. ഇത് ഹയർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുന്നു എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. അതോടൊപ്പം തന്നെ അമേരിക്കയിലത്തെ ജൂലൈ മാസത്തെ മാനുഫാക്ചറിങ് ഡാറ്റയും വന്നിരുന്നു. ഇത് 1 ഇയർ ലോവിലാണ് ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൊണ്ട് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഡാറ്റകളും സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ എക്കണോമി വീക്കൻ ചെയ്ത് തുടങ്ങിയിരിക്കുന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതോടൊപ്പം ഇന്ന് ജൂലൈ മാസത്തെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റയും വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എക്കണോമിക് ഡാറ്റകളാണ് അമേരിക്കയിൽ ഒരു വോളാറ്റിലിറ്റി ഉണ്ടാക്കുന്നത്. സെപ്റ്റംബർ മുതൽ US ഫെഡ് റേറ്റ് കട്ട് നടത്തിയേക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനൊക്കെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഫിയർ എന്ന് പറയുന്നത് ജപ്പാനിൽ ബാങ്ക് ഓഫ് ജപ്പാൻ 0.25% ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിരുന്നു. 0 to 0.1% ലെവലിൽ നിന്നാണ് ഇത് കൂട്ടിയിട്ടുള്ളത്. ഒക്ടോബർ ജനുവരി മാസങ്ങളിൽ വീണ്ടും കൂട്ടുന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും യെൻ ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. കാരണം അറൗണ്ട് 4 ട്രില്യൺ US ഡോളർ വർത്ത് ജാപ്പനീസ് യെൻ ആണ് ജാപ്പനീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അമേരിക്ക അടക്കമുള്ള മാർക്കറ്റുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അമേരിക്കൻ എക്കണോമി വീക്കൻ ചെയ്യുകയാണെന്നുള്ളൊരു കാരണം കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ളൊരു യെൻ ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലാത്ത പക്ഷം ജാപ്പനീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വലിയ രീതിയിൽ ലോസസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിത് സൂചിപ്പിച്ചിരുന്നതാണ് യെൻ ക്യാരി ട്രേഡിൻ്റെ വൊളാറ്റിലിറ്റി ഒക്കെ വന്നേക്കാമെന്നുള്ളത്. നമ്മൾ പ്രതീക്ഷയേക്കാളൊക്കെ വളരെ മുമ്പ് വരികയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ വളരെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. നമ്മൾ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ആണ് ഹിറ്റ് ചെയ്തത്. നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് നമ്മൾ പക്ഷേ അതിനോടൊപ്പമുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നലെ കമോഡിറ്റികളും വീക്കായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ ഗോൾഡ് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $2,494 പെർ ഔൺസിനാണ് രാവിലെ 8:15 ഡിസംബർ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രെൻഡ് ക്രൂഡ് ഓയിൽ $79.85 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് അല്ലെങ്കിൽ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ മാർക്കറ്റ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച പോലെ ഹയർ ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ് എവരി റൈസിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് Q1 റിസൾട്ടുകൾ കഴിഞ്ഞാൽ ഇനി Q2 റിസൾട്ടുകളും അതോടൊപ്പം തന്നെ 4 സംസ്ഥാനങ്ങളിലെ അസംബ്ലി ഇലക്ഷനും ഒപ്പം US പ്രസിഡൻഷ്യൽ ഇലക്ഷനും ആണ് മുന്നിലുള്ളത്. അതിനു മുമ്പ് ഗ്ലോബൽ വൊളാറ്റിലിറ്റി ഒക്കെ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കാം. നമുക്ക് ആദ്യം ഇന്നലത്തെ Q1 റിസൾട്ടുകളുടെ പെർഫോമൻസസ് നോക്കാം. അഡാനി പോർട്ട്, അഡാനി എൻ്റർപ്രൈസസ്, സൊമാറ്റോ, കല്യാണൊക്കെ എക്സലൻറ്റ് റിസൾട്ടുകളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സൊമാറ്റോ വീണ്ടും മുന്നേറാനുള്ള ചാൻസ് ആണ്. അപ്പോൾ മാർക്കറ്റ് ഫാളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സൊമാറ്റോ അക്യൂർ ചെയ്യുന്നത്, ബൈ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഗെയിൻ ഉണ്ടാക്കുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഒരുപക്ഷെ $300 പെർ ഷെയർ ലെവലൊക്കെ അടുത്ത 3 to 6 monthsനുള്ളിൽ ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റി താഴെ വരുമ്പോൾ ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് സൊമാറ്റോ. അതോടൊപ്പം തന്നെ കല്യാൺ ജുവല്ലേഴ്സിൻ്റെ റിസൾട്ടും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. തീർച്ചയായിട്ടും ആ സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 650-750 ലെവലിലേക്ക് മുന്നേറാനുള്ള ചാൻസസ് ആണ്. കാരണം വീണ്ടും വലിയ രീതിയിലുള്ള Q2 റിസൾട്ടൊക്കെയാണ് അനൗൺസ്മെൻറ്റ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉള്ള കമ്പനിയാണ്. അതോടൊപ്പം തന്നെ അഡാനി ഗ്രൂപ്പ് കമ്പനികളായ അഡാനി എൻ്റർപ്രൈസ്, അഡാനി പോർട്ട് എക്സലൻറ്റ് റിസൾട്ട് തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിരിക്കുകയാണ് അഡാനി വിഴിഞ്ഞം. അതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് അടുത്ത വർഷങ്ങളിൽ വലിയ രീതിയിൽ വന്നേക്കാം. അപ്പം നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്കാണ് അഡാനി പോർട്ട്. അതോടൊപ്പം തന്നെ അഡാനി എൻ്റർപ്രൈസ് അവരുടെ ക്ലാസിക് ഇൻവെസ്റ്റർ ഗെയിൻ
അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. അഡാനി എൻ്റർപ്രൈസ് ഹോൾഡ് ചെയ്യുന്ന അഡാനി വിൽമറിൻ്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് അവർ മുന്ദ്ര പോർട്ട് അതുപോലെ തന്നെ അഡാനി പോർട്ട് സ്റ്റോക്കുകളൊക്കെ ഇതേപോലെ ചെയ്തിരുന്നു. വളരെ പോസിറ്റീവായിട്ട് ഷെയർ ഹോൾഡറിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഡിസിഷനാണ്. ഇപ്രാവശ്യം 500 അഡാനി എൻ്റർപ്രൈസ് ഉള്ള ഇൻവെസ്റ്റേഴ്സിന് 251 അഡാനി വിൽമർ ഷെയറാണ് അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നത്. അപ്പം അഡാനി ട്രേഡ്കോം, അഡാനി ന്യൂ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ അഡാനി എൻ്റർപ്രൈസസിൻ്റെ ഹോളി ഓൺ സബ്സിഡിയറി ആക്കാനുള്ള റീസ്ട്രക്ചറിങ് നടക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഭാവിയിൽ വലിയ രീതിയിലുള്ള ഡീമർജർ വരാൻ പോവുകയാണ്. അഡാനി എയർപോർട്ട് ഉണ്ട്, റോഡ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ ഉണ്ട്, അതുപോലെ തന്നെ അഡാനി ട്രേഡ്കോം എന്ന് പറയുമ്പോൾ അതിൽ മേജറായിട്ട് സോളാർ പാനൽസ് മാനുഫാക്ചറിങ് ആണ്. അഡാനി ന്യൂ ഇൻഡസ്ട്രീസിൽ വരുമ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ അതുപോലെ തന്നെ വിൻഡ് ടർബൈൻസ് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. ഭാവിയിൽ നമുക്ക് ഡീമർജർ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കമ്പനികളാണ്. അപ്പോൾ അറൗണ്ട് 6 to 7 ഡീമർജറെങ്കിലും നമുക്ക് അഡാനി എൻ്റർപ്രൈസസിന് ഭാവിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. വളരെ പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണ്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റിൽ ഒരു പക്ഷേ താഴെയൊക്കെ വന്നേക്കാം ചെറുതായിട്ട്. ഡിപ്പ് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബൈയിങ്ങിനായിട്ട് ഉപയോഗിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം ഇന്ന് ഒല ഇലക്ട്രിക്കലിൻ്റെ IPO ഓപ്പൺ ആവുകയാണ്. ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻ വെച്ച് 10 to 20% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉള്ളൊരു കമ്പനിയാണ്. 72-76 പ്രൈസ് റേഞ്ച് വരുന്നത്. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റേഴ്സിന് നിക്ഷേപിക്കാവുന്നൊരു സ്റ്റോക്കാണ്. കാത്തലിക് റിയം ബാങ്ക് IDBI ബിഡേഴ്സിന് അടുത്ത ആഴ്ച മുതൽ ഫിനാൻഷ്യൽ ഡാറ്റയൊക്കെ കിട്ടും. തീർച്ചയായിട്ടും അതിനുശേഷം വളരെ ക്വിക്കായിട്ട് IDBI സ്റ്റേക്ക് ഗവൺമെൻറ്റും LICയും വിൽക്കുന്നതാണ് പറയുന്നത്. ഇപ്പോഴത്തെ സൂചനകൾ അനുസരിച്ച് ഫെയർ ഫാക്സ് കാത്തലിക് റിയം ബാങ്കിൻ്റെ പ്രൊമോട്ടർക്ക് ലഭിക്കാനാണ് ചാൻസസ്. പക്ഷേ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം നമുക്കതൊക്കെ പറയാൻ സാധിക്കുള്ളൂ. MCX നമ്മുടെ തന്നെ ഒരു മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ബൈ ആണ്. MCXും BSE ഒക്കെ. MCX 10 ഗ്രാമിൻ്റെ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം BSE നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കഴിഞ്ഞ നമ്മുടെ അനൗൺസ്മെൻറ്റുകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു. F&O സെഗ്മെൻറ്റിൽ കൊണ്ടുവരുന്ന റെസ്ട്രിക്ഷൻസ് BSEനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ BSE മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത്. ഇന്നലെ മുതൽ ഓട്ടോമൊബൈൽ സെയിൽസ് ഫിഗേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. 2 വീലേഴ്സ് എക്സലൻറ്റ് സെയിൽസ് ഫിഗേഴ്സാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ M&M ടയോട്ടയൊക്കെ. പക്ഷേ ടാറ്റ മോട്ടർ മറ്റ് കമ്പനികളിലെല്ലാം സെയിൽസ് ഫിഗർ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇത് സൂചിപ്പിക്കുന്ന ഒരു സാച്ചുറേഷനാണ് ഓട്ടോമൊബൈൽ സെയിൽസിൽ. തീർച്ചയായിട്ടും അതിൻ്റേതായ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ അതേസമയം ടാറ്റ മോട്ടേഴ്സ് എക്സലൻറ്റ് റിസൾട്ടാണ്, Q1 റിസൾട്ടാണ് കാഴ്ചവെച്ചത്. ഒപ്പം ഡീമർജർ മുമ്പ് അനൗൺസ് ചെയ്ത രീതിയിലുള്ള ഡീമർജർ തന്നെയാണ് അവർ. പക്ഷേ അത് വളരെ സ്പീഡപ്പ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ട്. 1:1 ആണ്. കമേഴ്ഷ്യൽ വെഹിക്കിൾസും പാസഞ്ചർ വെഹിക്കിൾസും ഇലക്ട്രിക് വെഹിക്കിൾ മെർജ് ചെയ്തിട്ടുള്ള പാസഞ്ചർ വെഹിക്കിൾസ് കമ്പനിയാണ്. അപ്പോൾ നല്ലൊരു ഡിസിഷനാണ്. 1:1 ആണ്. 100 ഷെയറുള്ള ഷെയർ ഹോൾഡേഴ്സിന് 100 ഷെയർ ഫ്രീ ആയിട്ട് ഡീമർജ് ചെയ്യുമ്പോൾ ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. ലോങ് റണ്ണിൽ ടെമ്പററി ആയിട്ട് സെയിൽസ് ഫിഗേഴ്സിൽ ഉണ്ടാകുന്ന ഡാറ്റയൊക്കെ ഇമ്പാക്റ്റ് ചെയ്തേക്കാം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ലോസ് ആണ് മാർക്കറ്റിലുള്ളത്. ഒപ്പം ധാരാളം ഇൻ്റർനാഷണൽ ന്യൂസ് ലോസ് ഒക്കെ മാർക്കറ്റിന് വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ, ഇറാൻ, ഹമാസ് തമ്മിലുള്ള ഇഷ്യൂസൊക്കെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ വൊളാറ്റിലിറ്റി വരുന്ന സമയങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ആണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് നല്ല രീതിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ ഞാൻ ഇന്ന് സൂചിപ്പിച്ച പോലെ സൊമാറ്റോ ഈ രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളൊരു സ്റ്റോക്കും കൂടിയാണ്. ഒപ്പം ഒല ഇലക്ട്രിക് IPO വരുന്നുണ്ട്. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപനെ സംബന്ധിച്ച് നല്ലൊരു IPO ആണ്. 10 to 20% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ അഡാനി പോർട്ട്, അഡാനി എൻ്റർപ്രൈസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ റിവാർഡ് ചെയ്യുന്ന രീതി കണ്ടിന്യൂ ചെയ്യാണ്. ഭാവിയിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഈ 2 സ്റ്റോക്കുകൾ അഡാനി എൻ്റർപ്രൈസും അഡാനി പോർട്ടൊക്കെ ലോങ് ടൈം പോയിന്റിൽ വാങ്ങാവുന്നൊരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അഡാനി ഗ്രൂപ്പിൻ്റെ മറ്റ് സ്റ്റോക്കുകളിലും ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഡാനി ഗ്രീൻ, അഡാനി എനർജി സൊല്യൂഷൻസൊക്കെ. അപ്പോൾ ഈ ന്യൂസ് ഫ്ലോസ് ലോങ് ടൈമിൽ ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാണ് ഇൻവെസ്റ്റേഴ്സിനോട്. ഓഗസ്റ്റ് 15 ഹിൻഡൻബർഗ് റിലേറ്റഡ് അഡാനി എൻക്വയറിയുടെ ഫൈനൽ റിപ്പോർട്ടും വരുന്നതാണ് പറയുന്നത്. ആ റിപ്പോർട്ടിനനുസരിച്ചുള്ള വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റ് ഉണ്ടായേക്കാം. പക്ഷേ ലോങ് ടൈം പോയിൻ്റ് ഒരു ഫണ്ടമെൻ്റലി ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡൊക്കെ വെച്ച് നോക്കുമ്പോൾ വീണ്ടും അഡാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസ് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.